ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. നമ്മൾ ഉണ്ടാക്കുന്ന ഇന്ന് വൈറൽ സ്നാക്സാണ്. ഇത് ഭയങ്കര വൈറലായി ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്നാക്സാണ്. ഇത് നമ്മൾ രണ്ട് രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് എണ്ണയിൽ പൊരിച്ചതും, മറ്റേത് ഒട്ടും എണ്ണയില്ലാണ്ടാക്കിയതും. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തു. അതിനുശേഷം 2 മുട്ട ഒഴിച്ചു കൊടുത്തു. ചെറിയ മുട്ടയാണ് കേട്ടോ നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇഡ്ഡലി തട്ട് കുറച്ച് ചെറുതായതുകൊണ്ടാണെന്നല്ലോ, ഒരു മറിയാനായ പോലെയാണ് കേട്ടോ ഉണ്ടായിന്, വലിയ മുട്ടയാണ് ഉണ്ടായിന്. ഇനി അതിനുശേഷം നമ്മൾ കാശ്മീരി ചില്ലി, അതേപോലെ വെളുത്തുള്ളി, പിന്നെ അതുപോലെ ചിക്കൻ, ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട് പെരക്കിയത് ഇത് നമ്മൾ ആവിക്ക് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസാണ് ക്യാരറ്റ്, ഉള്ളി, ക്യാപ്സിക്കം, മല്ലിച്ചപ്പ്. ക്യാബേജൊക്കെ ഓപ്ഷണലാണ്, ബാക്കിയെല്ലാം ഇട്ടോ. ഇത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. അതുപോലെ ക്യാരറ്റ് ഉണ്ടല്ലോ, നമ്മൾ കാണിച്ച ആ ഫുള്ള് എടുത്തിട്ട് അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിന്. പിന്നെ അതുപോലെ നമ്മളിതായി ചിക്കനും മുളകും എല്ലാം വേവിക്കാൻ വെച്ചിട്ടുണ്ടായിട്ട് അതൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് അങ്ങനെ എടുത്തു കേട്ടോ വേവാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ തണിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പം ഇഡ്ഡലി പാത്രത്തിൽ അത് പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് തണിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കി, ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇട്ടു 2 മുട്ടയും, പിന്നെ അതുപോലെ വെളുത്തുള്ളിയും, പിന്നെ അതുപോലെ മുളകും, കാശ്മീരി ചില്ലി അതും കൂടി ഇട്ടിട്ട്, പിന്നെ അത് തൈരും, കട്ട തൈരാണ് കേട്ടോ, മറ്റേ പുളിയുള്ള തൈരല്ലേ, പുളിയുള്ള തൈര് എടുക്കല്ലേ, ഈ കട്ട തൈരാണ് കേട്ടോ നല്ലത്. അതൊരു 2 സ്പൂണ്. ഞാൻ ആദ്യം എടുത്ത സ്പൂണിൽ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടിയതുകൊണ്ടാണ് അതങ്ങനെയാണ്. പിന്നെ ഉപ്പും. ഇനി ഈ ചോപ്പ് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒന്നിച്ചിടുന്നത്, എന്നിട്ട് ഒന്ന് മിക്സ് ആക്കുക. പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിക്കനെല്ലാം തണിഞ്ഞ് സെറ്റായിട്ടുണ്ടല്ലോ, അതും കൂടെ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷാക്കി എടുക്കുകയെന്ന്. ഓവർ ക്രഷ് ആവേണ്ട, ഒന്ന് ജസ്റ്റ് ഒരു 2 അത്രേ വേണ്ടൂ കേട്ടോ. അത് നമ്മൾ ഈ വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുത്തു. ഓക്കെ, അതിന് ശേഷം നമ്മൾ സോസ് ഇട്ട് കൊടുത്തു. സോസ് കുറച്ച് കട്ടിയുണ്ടോ ഇല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചോ ആണെങ്കിൽ നമ്മൾ 1 സ്പൂണും കൂടെ തൈരിട്ട് കൊടുത്താൽ മതി. അപ്പം കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിന് ശേഷം നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതാക്കുന്നു. ആ ബ്രെഡ് നമ്മളൊന്ന് ആവിക്ക് വെക്കുക. അതൊരു 2 മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിന് നമ്മൾ പരത്തിയെടുത്ത് ഇതേപോലെ സർക്കിളിൽ മുറിക്കുക വേണ്ടത്. സർക്കിളിൽ മുറിച്ചിട്ട് അതിൻ്റെ അരുവെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. ആദ്യത്തെ എൻ്റെ സർക്കിൾ ഒരു പെർഫെക്റ്റ് ആയിട്ട് അതാണ് കേട്ടോ. ഈ 2ാമത്തെയും 3ാമത്തെയും സർക്കിൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഇതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ അരിക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് ഒരു സംഭവമാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ഫില്ലിങ് അതിലേക്ക് ആക്കി വെച്ചു. പിന്നീട് നമ്മൾ ആ മൈദ മാവില്ലേ അത് സൈഡിലെല്ലാം ആക്കി മറ്റേ രണ്ടും തമ്മിൽ ഒന്ന് ഒട്ടിക്കുക. ഇല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇതങ്ങ് ഓപ്പണായി വരും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒട്ടിച്ച് വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഹാഫ് മൂണെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല പേരല്ലേ ഹാഫ് മൂൺ, അതേ ഷേപ്പായത് കൊണ്ടായിരിക്കും അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേപോലെ ഇത് ആക്കിയിട്ടാകുമ്പോൾ എനിക്കെന്നെ നല്ലൊരു സന്തോഷമുണ്ടായി. കാരണം വെച്ചാൽ നല്ല ഭംഗിയില്ലേ കാണാൻ, അതുകൊണ്ടാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. അത് തിളച്ചതിന് ശേഷം നമ്മൾ ഈ ഹാഫ് മൂൺസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത്രയ്ക്ക് അങ്ങോട്ട് ബ്രൗൺ ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ ആയാൽ മതി കേട്ടോ. ഞാനത് അടുപ്പിൽ വെച്ചിട്ട് കുറച്ചൊന്ന് അങ്ങോട്ടേക്ക് നീങ്ങിപ്പോയിന്, അത് അത്ര ഡാർക്ക് ബ്രൗൺ ആയിപ്പോയിന് കേട്ടോ. ഇത്രയും ആവണ്ട കേട്ടോ. കാരണം ഓവർ കുക്കാവേണ്ട സാധനമൊന്നുമില്ല, എല്ലാം ബ്രെഡും എല്ലാം കുക്ക്ഡ് ആയതാണ്. അതേപോലെ മസാലയും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നമ്മളെ ഹാഫ് മൂൺസ് റെഡിയായി. ഇനി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ ഒട്ടും എണ്ണയില്ലാത്ത ബ്രെഡിൽ ഇത് വെച്ചു, ബ്രെഡ് ടോസ്റ്റ് ചെയ്തു, ഈ ഫില്ലിങ്സ് അതിലേക്ക് വെച്ചു. നല്ല രസമുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഈ എണ്ണയിൽ പൊരിച്ചത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടെങ്കിലും ട്രൈ ചെയ്യണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. സൂപ്പറായിട്ടില്ലേ കാണാൻ, കഴിക്കാനും നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഉണ്ടായത്. അങ്ങനെ നമ്മളെ ഇന്നത്തെ നോമ്പ് തുറ വിഭവം ഇതാണ്. അപ്പം ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.